ഓരോ പിള്ളേരെ വീട്ടിൽ വിളിക്കണ പേര് കേൾക്കണം. കുഞ്ചു, തഞ്ചു, ചക്കു, കിക്കു. നിങ്ങൾ കുറച്ച് ആൾത്തരൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് കുറച്ച് കല്ലും മണ്ണും വാരി മേളിലോട്ട് എറിഞ്ഞു നോക്കിയാണ്. ഈ കല്ലും മണ്ണൊന്നും ആരെയൊക്കെ തലയിലാണോ വീണത്? ഒന്ന് നീ അവരെ പേര് അച്ചു, അല്ലെങ്കിൽ കിച്ചു. ഒരു വീട്ടിൽ രണ്ടുപേരുണ്ടെങ്കിൽ ഒരുത്തന്റെ പേര് അച്ചു, മറ്റേ പേര് സച്ചു. വേറൊരു പേരുണ്ട്. ഈ പേരുള്ളവന്മാരെ എല്ലാരും വിചാരം യുവമാർക്ക് മാത്രമേ ഈ പേരുള്ളൂ എന്നാണ്. എന്നാൽ ലോകത്തുള്ള എല്ലാമാർക്കും ഈ പേര്. അതേത് പേര്? ചിക്കു. എല്ലാ കൂട്ടത്തിലും കാണും ഒരു അപ്പൂസ്. ഈ സ്വന്തമായിട്ട് പേരുള്ളവന്മാരുണ്ട്. മുന്ന, ചിന്നൻ, റോഷൻ. യുവമാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴേ ഒരു ഭയങ്കര ഇഷ്ടമാണ് സ്വന്തമായിട്ടുള്ള വേറൊരു പേരും കൂടെ ഉണ്ട്, മമ്മു. എല്ലാ നാട്ടിലും കൊണ്ട് വരുത്തായി. അവൻ മസിലും പെരുപ്പിച്ച് മാസം അടിച്ച് ആളെ കണ്ട ടെററാണ്. പേടിച്ചു പോകും അവനെ കണ്ട. പക്ഷെ അവന്റെ വീട്ടിൽ പേരെന്തിരുന്നറിയാം? വാവച്ച്. ഈ പെമ്പിള്ളേരെ പേരാ ചക്കി, ചിന്നു, പൊന്നു, പാത്തു, പിന്നെ മാളു. പെമ്പിള്ളേരെ പിന്നെ മാസ്റ്റർ പീസ് ഐറ്റങ്ങളുണ്ട്, ശ്രീകുട്ടി. ഈ അശ്വതി എന്ന് പേരുള്ള എല്ലാ പെമ്പിള്ളേരെയും വീട്ടിൽ പേര് അച്ചു എന്നായിരിക്കും. അല്ലമീൻ എന്നുള്ള പേരുള്ള എല്ലാ എണ്ണത്തിന്റെ വീട്ടിലും അല്ലൂസ് എന്നായിരിക്കും വിളി. നിന്റെ വീട്ടിൽ പേരെന്തോ? അത് ശരിയാണല്ലോ. നിങ്ങളെ വീട്ടിൽ പേരെന്തോന്ന്? എന്റെ വീട്ടിൽ പേരൊക്കെ വെറൈറ്റി ആണ്. അതെന്തോന്ന് അത്ര വെറൈറ്റി പേര്? ആമ്പിള്ളേർക്കും പെമ്പിള്ളേർക്കും ഒരേപോലെയാണ് എന്റെ പേര്, കിങ്ങിണി. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും മരിച്ചാൽ, ലോകം അവസാനിച്ചാൽ, ഭൂമിയിൽ ഇനി ആരും ഇല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന രണ്ടുപേര് കാണും. ഒന്ന് ഉണ്ണിയും ഒന്ന് കണ്ണനും.